രാഷ്ട്രീയ ഏകതാ ദിവസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേവാഡിയയിലെ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് പ്രധാനമന്ത്രി ഏകതാ ദിവസ് സന്ദേശം നൽകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹി പട്ടേൽ ചൌക്കിലെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. രാഷ്ട്രീയ ഏകതാ ഭവനിൽ ഏകതാ ദിവസിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റൺ ഫോർ യൂണിറ്റി എന്ന പേരിൽ കൂട്ടയോട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് അനുസ്മരണ പരിപാടികൾ? വലിയൊരു ഓർമ്മപ്പെടുത്തൽ ദിവസമാണല്ലോ ഇന്ന്. കൃഷ്ണരാജ്, ഉരുക്ക് മനുഷ്യനെ രാജ്യത്തെ ഏകീകരിച്ച ഉരുക്ക് മനുഷ്യനെ രാജ്യം ആദരസൂചകമായി ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നു. അദ്ദേഹത്തിനുള്ള ആദരവാക്കി ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 150-ാം ജന്മവാർഷികം ആണ് ആഘോഷിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലാണ് ഉള്ളത്. കാരണം ഗുജറാത്തിൽ ഏകതാ നഗറിൽ അവിടെ പട്ടേൽ പ്രതിമയ്ക്ക് മുൻപിലാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുക. രാവിലെ 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ നഗറിൽ എത്തി ഇന്നത്തെ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. അവിടെ ഈ പട്ടേൽ പ്രതിമയിൽ നമുക്കറിയാം, അവിടുത്തെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ എന്ന ഖ്യാതി നേടിയിട്ടുള്ള, അതിപ്പോൾ ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണ്. അവിടുത്തെ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് 8 മണിക്കാണ് ആ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് അദ്ദേഹം ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ഏകതാ ദിവസ് പരേഡിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഗുജറാത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ ഏകതാ ദിവസവുമായി ബന്ധപ്പെട്ട പ്രധാന പരിപാടികൾ. BSFിന്റെയും CRPFിന്റെയും CISF, ITBP, SSB എന്നിവയുടെയും വിവിധ സംസ്ഥാന പോലീസ് സേനകളുടെയും അംഗങ്ങൾ ഇന്ന് നടക്കുന്ന ഈ പരേഡിൽ പങ്കെടുക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ വർഷത്തെ പ്രധാന ആകർഷണങ്ങളിൽ റാംബോർ ഹൗൺസ്, മുദോർ ഹൗൺസ് തുടങ്ങിയ തദ്ദേശീയ ഇനം നായ്ക്കൾ ഉൾപ്പെടുന്ന BSFിന്റെ മാർച്ചിംഗ് സംഘവും, ഗുജറാത്ത് പോലീസിന്റെ കുതിരപ്പട, അസം പോലീസിന്റെ മോട്ടോർ സൈക്കിൾ ഡെയർ ഡബിൾ ഷോ, BSFിന്റെ ഒട്ടക സംഘവും കമാൽസ് മൗണ്ട് ബാൻഡും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ജാർഖണ്ഡിലടക്കം നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയവരെ ഇന്ന് ആദരിക്കുകയും ചെയ്യും എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ്. അതായത് വിപുലമായ പരിപാടികൾ ഇന്ന് ഗുജറാത്തിലെ ഏകതാ നഗറിൽ പട്ടേൽ പ്രതിമയ്ക്ക് സമീപം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കും എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങ് ദില്ലിയിലേക്ക് വരുമ്പോൾ പട്ടേൽ ചൌക്കിൽ അതിവിപുലമായ പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പട്ടേൽ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പുഷ്പാർച്ചന നടത്തും. അതും രാവിലെ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യമെമ്പാടും തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് റൺ ഫോർ യൂണിറ്റി എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടയോട്ടമാണ് ആ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കളും അതോടൊപ്പം സ്ത്രീകളും മുതിർന്നവരുമടക്കം നാനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കും. റൺ ഫോർ യൂണിറ്റി എന്ന ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കും. നമുക്കറിയാം, മുൻപ് കോൺഗ്രസ് സർക്കാരുകൾ മാറി മാറി ഭരിച്ചിരുന്നു. അവർ ആരും തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ അംഗീകരിക്കുന്നതിനോ അദ്ദേഹത്തിന് മതിയായ സ്ഥാനം നൽകുന്നതിനോ തയ്യാറായിരുന്നില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന പേരിൽ ഒരു ദിനം കൊണ്ടുവരികയും റൺ ഫോർ യൂണിറ്റി എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പ്രത്യേക പരിപാടികൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഉരുക്ക് മനുഷ്യനെ രാജ്യം നന്ദിയോടെ സ്മരിക്കുകയാണ് ഇന്നത്തെ ദിവസം. അതായത് ഈ ശ്രീകാന്ത്, ഈ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്നത് ഈ ഐക്യഭാരതം എന്ന വലിയ സങ്കല്പത്തിന്റെ, വലിയ യാഥാർത്ഥ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷ്ണരാജ്, നേരത്തെ നമ്മൾ ആ വാർത്ത ഇപ്പോൾ ഒരു എക്സ്പ്ലെയിനർ മോഡലിൽ നമ്മൾ കേട്ടിരുന്നു. അതായത് വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്നത്. ആ നാട്ടുരാജ്യങ്ങളെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ
നേതൃത്വത്തിലാണ് അതിനെ ഏകീകരിക്കുക എന്ന ശ്രമകരമായ ദൗത്യം പൂർത്തിയാക്കിയത്. അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യം ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. വിവിധ നാട്ടുരാജ്യങ്ങളായി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നവരെ ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഹൈദരാബാദ് നിസാമൊക്കെ തന്നെ ഇന്ത്യൻ യൂണിയനോട് ചേരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എല്ലാവരെയും ചിലരെ ബലപ്രയോഗത്തിലൂടെ ഒപ്പം ചേർത്തു, ചിലരെ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഒപ്പം ചേർത്തു, ചിലരെ കുറച്ച് വാശി പിടിച്ചിട്ടായാലും നിന്നിരുന്ന ആളുകളെയൊക്കെ തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തത് ഈ രാജ്യം എന്നും നന്ദിയോടെ ഓർക്കേണ്ടതാണ്. കാരണം ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്ത്യ എന്ന ഈ ഭൂപ്രദേശം ഈ രീതിയിൽ കെട്ടുറപ്പോടെ നിൽക്കുന്നതിന്, ഈ രീതിയിൽ ഒരുമിച്ച് ഒരു രാജ്യമായി മാറുന്നതിന് ബ്രിട്ടീഷുകാർ ഭരിച്ചു മുടിച്ച ഒരു സാഹചര്യത്തിൽ നിന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഈ രാജ്യത്തെ പിന്നീട് ഏകീകരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അതിന് അദ്ദേഹത്തിൻ്റെ ഉരുക്കുമുഷ്ടികൾ ഈ രാജ്യത്തിന് കരുത്തായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ ആ കാലഘട്ടത്തിൽ കാണുകയുണ്ടായി. ഇന്നത്തെ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എത്രത്തോളം അറിയാം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ തലമുറ എന്നല്ല, ഈ രാജ്യം നിലനിൽക്കുന്നിടത്തോളം നന്ദിയോടെ ഓർക്കേണ്ട, നന്ദിയോടെ സ്മരിക്കേണ്ട പേരുകളിൽ ഒന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റേത്. കാരണം ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച, ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കിയ, ഈ രാജ്യത്തെ വെട്ടിമുറിച്ച ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മൾ മോചിതരായപ്പോൾ ഈ രാജ്യം എന്താണോ ആഗ്രഹിക്കുന്നത്, ഒറ്റക്കെട്ടായി നിൽക്കാൻ ഈ രാജ്യത്തെ പ്രേരിപ്പിച്ച് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച, ഈ രാജ്യത്തെ ഒരുമിച്ച് ചേർത്ത മഹാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന പേര് അദ്ദേഹത്തിന് കൈവന്നതും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ശരി, രാഷ്ട്രീയ ഏകതാ ദിവസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ഏകതാ ദിവസ് സന്ദേശം നൽകും. രാഷ്ട്രപതി ആകട്ടെ ഡൽഹി പട്ടേൽ ചൗക്കിലെ പുഷ്പാർച്ചനയിൽ രാവിലെ പങ്കെടുത്തു. അവിടെ അമിത്ഷായും ഒപ്പമുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.